ആലപ്പുഴയും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് വിവിധ മാഫിയ സംഘങ്ങളാണ്. ലഹരി വിൽപ്പന നടത്തുന്നവർ, ഗുണ്ടാ സംഘങ്ങൾ, കക്കൂസ് മാലിന്യം തള്ളുന്നവർ എന്നിവരൊക്കെ നാടിന് തന്നെ ഭീഷണിയായി വളരുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്ന നാട്ടുകാരെ കൊല്ലാനും തല്ലാനും മടി കാണിക്കാത്തവർ. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് മൊബൈലിൽ ചിത്രീകരിച്ചതിനാണ് യുവാക്കളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മാലിന്യം തള്ളിയ വാഹനം യുവാക്കളെ പിന്തുടരുകയും ESI ജംഗ്ഷന് സമീപം ഇടിച്ചു വീഴ്ത്തുകയുമായിരുന്നു. കഴിഞ്ഞ 29-നാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. ആലപ്പുഴ പാതിരപ്പള്ളിയിലെ റേഡിയോ സ്റ്റേഷന് മുൻഭാഗത്തായി കക്കൂസ് മാലിന്യം തള്ളിയ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ചിത്രീകരിക്കാൻ ശ്രമിച്ച 2 യുവാക്കളെയാണ് വാഹനമിടിച്ച് കൊലപ്പെടുത്താനായി ശ്രമിച്ചത്. ആലപ്പുഴ നോർത്ത് പോലീസ് ഈ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 29-ന് പുലർച്ചെ രാവിലെ 5:30 ജോലിക്കായി പോയ 2 യുവാക്കളാണ് ഇത്തരത്തിൽ അക്രമത്തിന് ഇരയായിട്ടുള്ളത്. അവർ പാതിരപ്പള്ളി ജംഗ്ഷൻ കടക്കുന്നതിന് മുമ്പ് തന്നെ കക്കൂസ് മാലിന്യം തള്ളുന്ന വാഹനം കണ്ടിരുന്നു. പിന്നീട് ആ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഈ യുവാക്കൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. അജിത്തും സോജിയും എന്ന പേരുള്ള 27-കാരനും 23-കാരനുമാണ് അക്രമത്തിന് വിധേയരായിട്ടുള്ളത്. ഈ നമ്പർ പ്ലേറ്റ് ചിത്രീകരിക്കാൻ ശ്രമിച്ച ഇവരുടെ വാഹനത്തെ ഈ കക്കൂസ് മാലിന്യം പുറന്തള്ളിയ വാഹനം പിന്തുടരുകയും വലിയ കലൂർ ജംഗ്ഷനിൽ വെച്ച് ആദ്യം ഇവരെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് ഏകദേശം 1 കിലോമീറ്ററോളം ഈ വാഹനത്തിൽ പിന്തുടർന്ന് ESI ജംഗ്ഷന് സമീപം വെച്ച് ഈ 2 യുവാക്കളെയും ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. വാഹനം ഇടിച്ചു വീണ ഘട്ടത്തിൽ തന്നെ അജിത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു. ദേശീയപാതയുടെ ഇടതുവശത്തേക്ക് വീഴുകയും ചെയ്തു. ഈ സോജു വീണത് ദേശീയപാതയുടെ നടുക്കേക്കാണ്. ഞങ്ങള് തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെയാണ് നമ്മുടെ റേഡിയോ സ്റ്റേഷന്റെ ഓപ്പോസിറ്റായിട്ട് മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടത്. അത് കണ്ട് നമ്മൾ പുറകിൽ നിന്ന് ഫോണിൽ വീഡിയോ എടുത്ത് നോക്കിയാലും പുറകിൽ നമ്പർ പ്ലേറ്റ് മറച്ചിരിക്കുന്നതുകൊണ്ട് മുന്നേറ്റ് കയറിയപ്പോഴാണ് ലോറിക്കാർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ അവർ നമ്മളെ പിന്തുടർന്ന് അപകടം. ആദ്യം ഇവര് വാഹനം നിങ്ങളുടെ അരികിലേക്ക് ചേർക്കാൻ ശ്രമിച്ചില്ലേ? അപ്പോഴും ആയുധങ്ങളുണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ. അവരുടെ കയ്യിൽ ലിവർ പോലത്തുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അടിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് തോന്നിയപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് വണ്ടി വിട്ടുപോയി. ആദ്യം വലിയകലൂർ ജംഗ്ഷനിൽ വെച്ച് വാഹനം ചേർത്ത് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ വാഹനം എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു അല്ലെ? പിന്നീട് പിന്തുടരുകയായിരുന്നു. അതെ. പിന്നീട് അവന്മാര് ഭാരത് പെട്രോളിയം വരെ നമ്മുടെ പുറകെ ചേസ് ചെയ്ത് വന്നിട്ടാണ് ഇടിച്ചിടുന്നത്. ദേശീയപാതയുടെ നടുക്കാണ് വീണത്. അതെ, ഞാൻ നടുക്കോട്ടാണ്, ഇടത്തോട്ടാണ് വീണത്. ഇവർക്ക് നല്ല പരിക്ക് ഏറ്റിട്ടുണ്ട്. കൈകാലുകളൊക്കെ 2 പേരുടെയും കൈകാലുകൾ പൂർണ്ണമായും ഒരഞ്ഞ സാഹചര്യമാണുള്ളത്. കൈയിലും കാലിലും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. അജിത്തിന്റെ കണ്ണിന്റെ ഒരു ഭാഗം കലങ്ങിയ അവസ്ഥയിലാണ്. മുഖത്ത് എല്ലിന് പൊട്ടലേറ്റിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഭാഗ്യം കൊണ്ടാണ് ഈ 2 ചെറുപ്പക്കാരും രക്ഷപ്പെട്ടുള്ളത്. പൂച്ചാക്കൽ കേന്ദ്രീകരിച്ചുള്ള ചേർത്തലയും പൂച്ചാക്കലും കേന്ദ്രീകരിച്ചുള്ള ക്രിമിനൽ സംഘമാണ് ഇത്തരത്തിൽ എറണാകുളത്ത് നിന്നൊക്കെ മാലിന്യം കൊണ്ടുവന്ന ദേശീയപാതയോരത്ത് തള്ളുന്നതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിൽ ക്രിമിനൽ സെറ്റ് ഉണ്ട് എന്നുള്ളതും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ ഗൌരവത്തോടു കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവത്തെ പോലീസ് നോക്കിക്കാണുന്നത്. 307 വകുപ്പ് പ്രകാരം വധശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.